പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ പാൽ ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് പാൽപ്പാട നീക്കം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഏകദേശം 2 ലിറ്റർ പാലിൽ നിന്ന് കിട്ടിയതാണ് ഈ പാൽപ്പാട. നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ പാട മുകളിൽ പൊന്തി വരും. അപ്പം നമുക്കത് കോരി മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. ഇത് അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ള പാൽപ്പാടയാണിത്. ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാലിൽ നിന്ന് പാട നീക്കം ചെയ്യാതെ തൈര് കടഞ്ഞിട്ട് അതിൽ നിന്ന് നെയ്യ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇതാകുമ്പോൾ കൂടുതൽ അധ്വാനം ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ഐസ് കോൾഡ് വാട്ടർ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. തണുത്ത വെള്ളം ഉപയോഗിച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നെയ്യ് ഇതേപോലെ വിട്ട് വരുന്നത് കാണാം. അത് നമുക്ക് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം. നമ്മളെല്ലാം ഇതേപോലെ അടിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബട്ടറായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ശരിക്കുള്ള ബട്ടർ. നമുക്ക് ഇതൊന്ന് 2-3 തവണ ഐസ് വാട്ടർ ഉപയോഗിച്ച് കഴുകിയെടുത്ത് വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ ബട്ടറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് വീണ്ടും ഒരു തവണ കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി ശുദ്ധീകരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്യായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉരുക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഉരുകി വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഒരു വെളുത്ത പത പോലെ മുകളിൽ വരുന്നുണ്ട്. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളച്ച് വരും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കണ്ടൻറ്റ് ഖരപദാർത്ഥങ്ങൾ ഒരു കറുത്ത കളറായിട്ട് അടിയിലേക്ക് പോകും. നെയ്യ് ഉരുകി നല്ല തെളിഞ്ഞ് മുകളിലേക്കും വരും. ആ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നെയ്യ് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നെയ്യിൻ്റെ നിറമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നെയ്യിൽ നിന്ന് വേർപെട്ട് പോകുന്നത് കാണാം ഒരു കറുത്ത നിറത്തിൽ. അതാണ് ഇതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം തീ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക്
ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് നമുക്ക് നെയ്യ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശുദ്ധമായ പശു നെയ്യ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് നമുക്ക് നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ കട്ടയായി വരുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് കട്ടാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.